ശ്രീ എസ് കെ സജീഷ്, അതായത് മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കും ബാധ്യതയുണ്ട്, അതാണ് പറഞ്ഞു വെക്കുന്നത് റജി. മാത്രമല്ല, ഈ തുടക്കത്തിലെ കുറ്റം കാണാനാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ പറഞ്ഞ പോസിറ്റീവായ കാര്യങ്ങളെ സ്വീകരിക്കുമ്പോൾ തന്നെ അതിനൊരു മറുപടി നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. അല്ല, ഒരു കാര്യം ഇവിടെ കേരളത്തിൽ നമ്മളിപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മന്ത്രിയും കലക്ടറും ഈ കാര്യങ്ങളെല്ലാം പറയുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. മന്ത്രി പറഞ്ഞത് രോഗിയുടെ നില തൃപ്തികരമാണ് എന്നാണ്, കലക്ടർ പറയുന്നത് നില അത്യാസന്ന നിലയാണ് എന്നാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും റിസൾട്ട് എത്തിയെന്ന് ഉച്ചയ്ക്ക് കലക്ടർ പറയുന്നു, വൈകുന്നേരമായിട്ടും മന്ത്രിക്ക് അത് പറയാനാവുന്നില്ല. അപ്പോൾ ഒരു ജില്ലയിലെ കലക്ടറേറ്റും ഈ സംവിധാനങ്ങളുമായി പോലും ഏകോപനമില്ല എന്ന് പറയുമ്പോൾ വിവിധ വകുപ്പുകളെ എങ്ങനെയാണ് ഇവർ ഏകോപിപ്പിക്കുക? ഇതെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപകടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ എന്ന് പറയുന്നത്, ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ആ നിർവഹണം ഉണ്ടാകുന്നില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന നിലയിലാണ് മന്ത്രിയും അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ വിമർശനത്തിനപ്പുറത്തേക്ക് നിങ്ങൾ കാണേണ്ടതുണ്ട്. നേരെ മറിച്ച് ഞങ്ങൾക്ക് വിമർശനം ഉന്നയിക്കാമായിരുന്നു. ശ്രീ മുരളീധരൻ്റെ ഭാഷയിലാണോ ശ്രീമതി ശൈല ടീച്ചറും അതുപോലെ തന്നെ ശ്രീമതി വീണ ജോർജും എല്ലാം പ്രതികരിച്ചത്? വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നല്ലോ. എല്ലാ ഭാഷയിലും അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചവർ ആയിരുന്നില്ലേ നിങ്ങൾ? അതേ ഭാഷയിൽ എന്തുകൊണ്ട് പറയുന്നില്ല? ഇവിടെ ആശങ്കയാണ് യഥാർത്ഥത്തിൽ പങ്കുവെക്കപ്പെടുന്നത്. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന് തോന്നിക്കുന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയാണ് ഷിഗല്ല കേസുകളുടെ എണ്ണം നിങ്ങൾക്ക് പറയാനാവുമോ? ശ്രീ ബി റജിക്ക് പറയാനാവുമോ? മന്ത്രിക്ക് പോലും പറയാനാവുന്നില്ല. രണ്ട് മന്ത്രിമാർ പറയുന്നത്, ഉദ്യോഗസ്ഥർ പറയുന്നത് വേറെ വേറെയാണ് എന്നത് നമ്മൾ കാണുകയാണ്. ഇതിൻ്റെ എല്ലാം സാഹചര്യത്തെ എങ്ങനെയാണ് മറികടക്കാൻ വേണ്ടി പോകുന്നത്? അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കില്ലേ? ആ ആശങ്കയെ കാണേണ്ടതുണ്ട്. അതിന് പകരം നിങ്ങൾ കുറേ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. ഒന്ന്, നിങ്ങൾ ഇവിടെയല്ല, ഈ കേരളത്തിലല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഭരണാനുകൂല സംഘടനയുടെ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്ത് അതിൻ്റെ ഉത്തരവ് തന്നെ ഇറങ്ങുന്നത് എങ്ങനെയാണ്? NGO അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ആളുകളെ സ്ഥലം മാറ്റിയിരിക്കുന്നു. ഇത് ലോകത്തെവിടെയെങ്കിലും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നടക്കുന്ന കാര്യമാണോ? ഇതിന് നിങ്ങൾക്ക് മന്ത്രിസഭ വേണ്ടി വന്നില്ല. ഇതിന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു അധികാരം നിങ്ങളുടെ കയ്യിലേക്ക് വരേണ്ടി വന്നില്ല. അവിടെയാണ് നിങ്ങൾ സമയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇതിലെ വൈരുദ്ധ്യം ആളുകൾക്ക് ബോധ്യമാവില്ലേ? പിന്നെ ഒരു കാര്യം, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊന്നും കാര്യം പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി സാധാരണഗതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ നോംസോടുകൂടി കൃത്യമായി ആളുകൾക്ക് അവരുടെ അവകാശം എന്നുള്ള രീതിയിൽ ട്രാൻസ്ഫറും പോസ്റ്റിങ്ങും ഉൾപ്പെടെ നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം കൃത്യമായി ഓരോന്ന് നിങ്ങൾ എടുക്കുന്ന സമീപനം തുറന്നു കാട്ടപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ നിലനിൽക്കുന്ന ആശങ്ക പരിഹരിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. കാരണം നിങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ്. ആ വാക്ക് നിങ്ങൾ പാലിക്കേണ്ടതില്ലേ? അത് വന്യമൃഗശല്യത്തിൻ്റെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ രോഗങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യത്തിലായാലും, ചികിത്സ ഉറപ്പുവരുത്തുന്ന കാര്യത്തിലായാലും, ഇനി സ്ത്രീകൾക്ക് നൽകിയ വാഗ്ദാനങ്ങളുടെ കാര്യത്തിലായാലും, ക്ഷേമാനുകൂല്യങ്ങളുടെ കാര്യത്തിലായാലും, വികസനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം ആ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തത്തിന് പകരം പുതിയ മോഡൽ ചിരികൾ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കരുത് എന്ന അഭ്യർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ.